പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ സർക്കാർ LDF സർക്കാർ 4-ാം വർഷം പൂർത്തീകരിക്കുക. ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പാണ് കേട്ടോ. അതാരും വരട്ടെ. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നു. നമുക്ക് കുറേ തൂണുകൾ, കോൺക്രീറ്റ് തൂണുകൾ ഒരു 5 വർഷമായിട്ട് ഇവിടെ നിൽപ്പുണ്ടേ. ഇത് റാന്നിയിൽ ശബരിമല വരുമാനം ഏറ്റവും കൂടുതൽ ഈ റൂട്ടിലുള്ളത്, ഏറ്റവും കൂടുതൽ തൊട്ടടുത്ത് ശബരിമലയാണ്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലം റാന്നിയാണ്. റാന്നിക്ക് സമാന്തരമായിട്ട് നിർമ്മാണം തുടങ്ങിയ പാലത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് ഇപ്പോൾ തുടങ്ങി, ആ കോൺക്രീറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഇപ്പം നിങ്ങൾക്കറിയാം ഏതാണ്ടൊരു 5 വർഷം മിച്ചമാകുന്നു. എല്ലാം പേപ്പറിലാണ്, എല്ലാം നടപടികളിലേക്ക് പോയി. കാരണം സ്ഥലമെടുപ്പുമായ കാര്യങ്ങളും എല്ലാം ഓരോന്നിങ്ങനെ നീണ്ട് വരുന്നു. ഇനി ഒരു വർഷം കൂടെ കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പും ആകും. ഒരു MLA ആണെങ്കിൽ നമുക്ക് 25 വർഷം ഉണ്ടായിരുന്നു. അടുത്ത MLA വീണ്ടും വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി തീരാൻ പോവാണ്. അപ്പം ഇത് നിങ്ങൾ കാണുക, പ്രേക്ഷകരെ വിലയിരുത്തുക. ഏത് സർക്കാർ ജനകീയ സർക്കാരാണ്, ഏതായിക്കോട്ടെ, ജനങ്ങൾക്ക് നൽകാൻ വാഗ്ദാനങ്ങൾ നൽകുന്നതിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ നമുക്ക് റാന്നി ടൗണിൻ്റെ ബാക്കി കാര്യങ്ങൾ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, 4-ാം വാർഷികം ആഘോഷിക്കുകയാണ് നമ്മുടെ സർക്കാർ. ഓക്കെ, ജനങ്ങൾ കാണുക, ജനങ്ങൾ ഇതിന് നമ്മൾ തീരുമാനിക്കുക. നല്ലതിനെ നല്ലതായിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതിഷേധിച്ചെങ്കിൽ മാത്രമേ നാടിന് വികസനം ഉണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ.